ശരി, ശ്രീജിത്ത് പണിക്കർ അതിനുള്ള മറുപടി. അങ്ങനെ തന്ത്രിയുടെ അറിവോടെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒട്ടേറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് അന്വേഷണ സംഘം തന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ അത് തന്ത്രിമാരെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അങ്ങനെയും കരുതാമല്ലോ. SITക്ക് മുൻപാകെ പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു ശബരിമല തന്ത്രിക്ക്. രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്നാമത്തെ കാര്യം, തന്ത്രി നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഒരു കേസിലും. നേരെ മറിച്ച് ശ്രീ പത്മകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും ചോദ്യം ചെയ്യൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ 2019 ഭരണസമിതി ഒരു കേസിൽ ഓൾറെഡി 8ാമത്തെ പ്രതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രതി ചേർക്കപ്പെടുന്ന ഒരാളിനെ ഇന്ററോഗേഷന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലാണ്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിലും ഒരു തന്ത്രിയും പ്രതിയല്ലാത്തത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യൽ എന്ന് പറയാൻ കഴിയില്ല. അതിനെ മൊഴിയെടുക്കുക. എന്തുകൊണ്ട് തന്ത്രി പ്രതിയാകുന്നില്ല ശ്രീജിത്ത് പണിക്കർ? കാരണം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ വാസു അറിഞ്ഞു, പത്മകുമാർ അറിഞ്ഞു, തന്ത്രിയും അറിഞ്ഞു എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ തന്ത്രിയെ എന്തിന് വിടുതൽ ചെയ്യുന്നു? അല്ല, നോക്കൂ, ഇതിലെ ഡിസിഷൻ മേക്കർ ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും അതിന് മുകളിലേക്ക് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് വരെയുള്ള എല്ലാ റോളുകളിലുമുള്ള ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുന്നതിനും അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനുമുള്ള കാരണം അതാണ്. പക്ഷെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണത്തിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയല്ല. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ശബരിമല തന്ത്രിക്കില്ല. ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രത്തിന്റെ കസ്റ്റോഡിയനാണ്. അഥവാ അവിടെയുള്ള പൂജാവിധാനങ്ങളുടെ, അവിടെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള ചടങ്ങുകളുടെ, ആചാരങ്ങളുടെ കസ്റ്റോഡിയനാണ് തന്ത്രി. അത് കേവലം ഒരു വിശ്വാസപരമായി പറയുന്നത് മാത്രമല്ല, നിയമപരമായിട്ടും അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് തന്നെയാണ്. ഇപ്പോൾ 1991 എസ് മഹേന്ദ്രൻ കേസിലാണെങ്കിലും പിന്നീട് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ കേസുകളിലാണെങ്കിലും എല്ലാം ദ പൊസിഷൻ ഓഫ് ദ തന്ത്രി സാക്രോസാങ്ക്ട് എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ പൂർണ്ണമായിട്ടും ശ്രീകോവിലിലെ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പ്രദായിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനാണ്. പക്ഷേ തന്ത്രിയോട് ചോദിച്ചിട്ടാണ് ഇക്കാര്യം. ഇപ്പോൾ സ്വർണ്ണപ്പാളികളുടെ മിനുസം കുറഞ്ഞു പോയി, അതുകൊണ്ട് സ്വർണം പൂശണം, ഈ നിർദ്ദേശം തന്ത്രിയിൽ നിന്നുണ്ടായതാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് തന്ത്രിയെ ഒഴിവാക്കി നിർത്തണം? ഈ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ ഒരു തീരുമാനം തന്ത്രി എടുത്തില്ല എന്നുള്ള എക്സ്ക്യൂസ് വെച്ചുകൊണ്ട്. മറ്റൊരു കാര്യം, മഹസറിൽ ഒപ്പിടുന്ന ആൾ കൂടിയാണല്ലോ തന്ത്രി. അല്ല, മഹസർ ഒപ്പിടുക എന്ന് പറയുന്നതും സാക്ഷിയായിട്ട് ഒപ്പിടുക എന്ന് പറയുന്നതിനൊക്കെ വളരെ വളരെ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. അതൊരു വിറ്റ്നസ് എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ലയബിലിറ്റിയാണ്. ഇത് ലീഗലി അതിന് അത്രത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ മറ്റേത് അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് തന്ത്രി പറയുന്നത് ഒരിക്കലും ഒരു കുറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമോ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിന്റെ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന തെളിവോ ഒന്നുമല്ല. അതായത് ശബരിമലയിലെ ദ്വാരപാലകരുടെ ഭാഗത്ത് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവരെന്താണ് ഫയലിൽ എഴുതിയിരിക്കുന്നത്? അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഭക്തർ അവിടെ നിന്ന് കാണിക്ക് എറിയുന്നത് കൊണ്ട്, നാണയത്തൊട്ടുകൾ എറിയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ കേടുപാടുകൾ വരുന്നത്. അത് തന്ത്രി എന്നല്ല, നമ്മളാണെങ്കിൽ അവിടെ തൊഴാൻ പോകുന്നത് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഇതിന് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. അതേപോലെ ശ്രീകോവിലിലെ കതവ് ചേർന്ന് അടയുന്നില്ല എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് ചേർന്ന് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് അത് ലീഗലായിട്ട് തന്നെ അവിടെ റേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് തനി തങ്കമാണ് ശബരിമല ശ്രീകോവിൽ എന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാവുന്നതാണല്ലോ. ഇതേ തന്ത്രി തന്നെ 1998 ഉണ്ടായിരുന്നു. അതെ 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 അതല്ലെന്ന് തന്ത്രിയുടെ അഭിപ്രായം എങ്ങും വന്നിട്ടുമില്ലല്ലോ. ഒരു സ്ഥലത്തും ഇത് തങ്കമല്ല എന്നോ അല്ലെങ്കിൽ അത് ചെമ്പാണ് എന്നുള്ള രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായവും ഏതെങ്കിലും തന്ത്രിയുടേതായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തനി തങ്കമാണ്, അത് അങ്ങനെ കറുത്തു പോകില്ല, മിനുസം കുറയില്ല എന്ന് എന്തുകൊണ്ട് തന്ത്രിക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്നില്ല, തോന്നലുണ്ടാകുന്നില്ല? അല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയുന്നത് എന്താണ്? നമുക്കറിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ തയ്യാറാക്കിയിരിക്കുന്ന രേഖകളിലുള്ള കാര്യമാണ്. അതിന് തൊട്ട് മുമ്പാണ് തന്ത്രിയുടെ ഇൻവോൾവ്മെന്റ്. അതായത് വൺസ് ഈ ഫയൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ തന്ത്രി ഒരു ഭാഗത്തും വരുന്നില്ല. മറിച്ച് ഇവിടെ ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് തന്ത്രി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയും ആ ഫയൽ പിന്നീട് പൂർണ്ണമായിട്ടും ഇതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള ദേവസ്വത്തിന്റെ ഭരണസമിതിയിലേക്ക് വരെ പോവുകയുമാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് തന്ത്രി ഇൻവോൾവ് ആകുന്നില്ല. അത് പൂർണ്ണമായിട്ടും തിരുവാഭരണത്തിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്ത്രിയെ സംശയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കാരണത്താൽ തന്ത്രി ഇതിലൊരു കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു നമുക്ക് സാധിക്കില്ല, കാരണം തന്ത്രിയെ അങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന രേഖകൾ ഒന്നുമില്ല. പക്ഷേ തന്ത്രിക്ക് അറിയാമായിരുന്നു ഇത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. തന്ത്രിക്ക് അറിയാമായിരുന്നു ഇത് തങ്കമാണ്,
പക്ഷേ അത് കറുത്തു പോയി എന്നുള്ള കാര്യം. അതെങ്ങനെ കറുത്തു പോയി അല്ല എന്ന് മഞ്ജുഷ, തന്ത്രി അവിടെ ഒരു ചിന്തിച്ചിട്ടുണ്ടോ കാര്യമുണ്ട്. ഇല്ലയോ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കാരണം 2019 തന്നെ ഇത് കറുത്തു പോയല്ലോ, മിനുസം കുറഞ്ഞല്ലോ, അപ്പോൾ സ്വർണം പൂശാൻ കൊണ്ടുപോയി. അപ്പോൾ തന്ത്രിക്ക് മഞ്ജുഷ, അവിടെ ഒരു കാര്യമുണ്ട്. ആ അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. അതായത് ഇത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇൻസ്പെക്ഷൻ നടക്കുന്നതായിട്ടോ അതിന് അറ്റകുറ്റപ്പണി വേണമെന്ന് തീരുമാനിക്കുന്നതായിട്ടോ അത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ ഒക്കെ തന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല. അത് തന്ത്രി എന്നല്ല, അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് വിത്ത് ഡ്യൂ പെർമിഷനോട് കൂടിയിട്ടാണോ, അതിന് പൂർണ്ണമായിട്ടുള്ള അനുമതി ഉണ്ടോ, ആ അനുമതി കൊടുക്കേണ്ടത് ആരാണ്, ഇതൊന്നും തന്ത്രി ഒരാളും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. രാമൻ നായർ അങ്ങനെ തന്ത്രി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട ആളല്ലേ? വൺസ് ഒരു തവണ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ശരി ഇത് അറ്റകുറ്റപ്പണി ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിലും തന്ത്രി ഇടപെടേണ്ട എന്നുള്ളതാണോ? എങ്ങനെയാണ്? 18 ഞാൻ അവിടെയുണ്ട്. ഇത് പതിപ്പിക്കുമ്പോൾ സ്വർണം പൂശിയല്ല ചെയ്ത്, പതിപ്പിക്കുക ചെയ്തു. 18 98 1998 അല്ലേ? അല്ലേ, 1998 99 അല്ലേ? അതെ. ആ അപ്പൊ ആ സമയത്ത് വിജയ് മല്ലയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വന്ന് ദേവസ്വം ബോർഡിലെ എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പതിക്കുക ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ബോധ്യം ദേവസ്വത്തിന്റെ ശബരിമലയിലെ തന്ത്രിക്ക് അറിയാവുന്നതാണ്. തന്ത്രി അത് കണ്ടില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കസ്റ്റോഡിയൻ അല്ല, അങ്ങേർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം നാളെ ഒരു അവസ്ഥയിൽ കണ്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? പറയാൻ പറ്റിയില്ലേ? കസ്റ്റോഡിയൻ ആണോ വിഗ്രഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്? അല്ല, അതറിഞ്ഞു, അതിൻ്റെ മൂല്യം കുറഞ്ഞു എന്ന് മനസ്സിലാക്കി അത് പുറത്തു പോയപ്പോൾ അതാരാണ് അതിന് ഉത്തരവാദി, ഇതിൻ്റെ മേൽ നടപടി എടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം തന്ത്രി എന്ന് പറയുന്നത് കർമ്മി മാത്രമല്ല, സർവാധിപതി ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, പൂജാവിധാനത്തിലും അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിലും അതിൻ്റെ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു മേൽനോട്ടവും അതിന്റെ നിയന്ത്രണവും ഉൾക്കൊള്ളുന്ന ആളാണ് തന്ത്രി. പക്ഷേ ദേവന്റെ സ്വത്ത് ദേവസ്വം ബോർഡിന്റേതാണ്. കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ്. മഞ്ജുഷ, അത് തന്നെയല്ല, ശ്രീകോവിലിനുള്ളിലുള്ള കാര്യത്തിനും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞു, ശ്രീകോവിലിനുള്ളിലുള്ള കാര്യത്തിന് തന്ത്രിയാണ് റെസ്പോൺസിബിലിറ്റി. നാളെ അയ്യപ്പന്റെ വിഗ്രഹം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം എന്നല്ല പറയേണ്ടത്. അത് തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ്. ശ്രീകോവിലിനുള്ളിലേക്ക് ആക്സസ് ഉള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വാതിൽ എന്ന് പറയുന്നത് ശ്രീകോവിലിന്റെ വാതിലാണല്ലോ. കട്ടിലപ്പാളി എന്ന് പറയുമ്പോൾ ശ്രീകോവിലിന്റെ കട്ടിലപ്പാളിയാണ്. ഉള്ളിലല്ല, അതിലേക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആക്സസ് ഉണ്ട്. ഇത് തന്ത്രി അകത്ത് പൂട്ടി വെച്ചിട്ട് പോകുന്ന സാധനമല്ല. മറിച്ച് ശ്രീകോവിലിന്റെ താക്കോലടക്കം ഓരോ സീസൺ സമയത്ത് അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ആചാരപരമായിട്ടാണ്. ശ്രീകോവിലിന്റെ താക്കോലടക്കം സൂക്ഷിക്കുന്നത് ആരാണ്, അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരുടേതാണ്. അപ്പൊ തന്ത്രി ഇത് പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും പോയി ആ വാതിൽ പാളിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ചുരണ്ടിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന തന്ത്രി അറിയുമോ? അവിടെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തിരിക്കുന്ന തന്ത്രി അതറിയുമോ? ശ്രീകോവിലിനുള്ളിലുള്ള കാര്യത്തിന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്ത്രി